ഈ യോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ നിങ്ങളോടൊരുമിച്ച് ഇവിടെ ആയിരിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നിരവധി ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ സുബി, അതുപോലെ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, പ്രായം കൊണ്ടും അനുഭവ പക്വത കൊണ്ടും ശ്രേഷ്ഠനായ പാസ്റ്റർ സിംസൺ സുന്ദരരാജ് അവർകൾ, അതുപോലെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സതീഷ് നെൽസൺ തുടങ്ങി ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നിരവധി ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. ശുശ്രൂഷ കൊണ്ടും അനുഭവം കൊണ്ടും എന്നേക്കാൾ കരുത്തരായ ഒത്തിരി ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു അനുജന് തുല്യമായി ദീർഘവർഷങ്ങളായി ഞങ്ങൾ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സതീഷ് നെൽസനെ വിശേഷാൽ ഞാൻ ഓർക്കുന്നു. കർത്താവ് തൻ്റെ ദാസനെ കൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ നല്ല ലീഡർഷിപ്പുകൾക്കുമായും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ രാത്രിയിലും ഈ വേദിയിൽ വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് ഈ വേദിയെ ധന്യമാക്കുന്ന അനുഗ്രഹീതരായ ഗായക സംഘം, അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നതോടൊപ്പം തന്നെ വിവിധ സഭാ വിഭാഗങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ പന്തലിൻ്റെ ഉള്ളിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ശബ്ദപരിമിതിയിൽ എവിടെയെല്ലാം ഈ ശബ്ദം എത്തുന്നുണ്ടോ അവിടെ മുഴുവനും വീടുകളിലും അതുപോലെ കവലകളിലുമൊക്കെ നിന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന മുഴുവൻ മാന്യ ശ്രോതാക്കളെയും ഈ നാട്ടിലെ ബഹുമാന്യരായ എല്ലാ നാട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ അധികം ആമുഖങ്ങളൊന്നും പറയാതെ തന്നെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ഞാൻ സമയം വേർതിരിക്കുന്നു. വിശേഷാൽ ചുരുങ്ങിയ ചില നിമിഷം കൊണ്ടാണെങ്കിൽ പോലും ആശംസ അറിയിച്ച കർത്താവിൻ്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങൾ എത്ര പേരത് ഗൗരവമായി ചിന്തിച്ചു എന്ന് എനിക്കറിയില്ല, വളരെ ഗൗരവമായ ഒരു ചിന്ത ഇന്ന് രാത്രിയിൽ പങ്കുവച്ചു. നമുക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്കെന്ത് ഈ ഭൂമിയിൽ മിസ്സായിപ്പോയാലും ചിലതൊക്കെ നമുക്ക് അല്പം നഷ്ടപ്പെടുത്തിയോ അല്ലെങ്കിൽ ചില കഷ്ടപ്പെട്ടോ നമുക്കതിനെല്ലാം പരിഹരിക്കാം, ചിലതൊക്കെ നമുക്ക് വീണ്ടെടുക്കാം. പക്ഷെ വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരേ ഒന്നും മാത്രമേ ഉള്ളൂ, സ്വർഗത്തിലേക്കുള്ള പ്രയാണം. അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇന്ന് ഈ രാത്രി കഴിഞ്ഞ് നാളത്തെ സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ നമ്മളിൽ എത്ര പേർ ഈ ഭൂമിയിൽ കാണും എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ, വയലിലെ പൂ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിതത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്. ഒരു ചാൻസും മറ്റൊരു റീചാൻസ് ഇല്ലാത്ത ഒരു ചിന്തയാണ് ഇന്ന് രാത്രി പ്രാരംഭത്തിൽ നമ്മൾ കേട്ടത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി, ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഈ രാത്രി ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവെഴുത്തുകൾ. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൻ്റെ മുമ്പാകെ അടച്ച് നമ്മുടെ എല്ലാ തലകളെയും ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു നിമിഷം അടക്കി വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ധനങ്ങളും തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാ ധനങ്ങളും തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി എല്ലാ സ്തുതികൾക്കും സ്തോത്രത്തിനും യോഗ്യനായ ദൈവം, ഒരേ ഒരുവൻ ആകാശത്തിലോ ഭൂമിക്ക് കീഴിൽ പാതാളത്തിലോ സ്തുതിക്കും ആരാധനയ്ക്ക് യോഗ്യനായി ഒരേ ഒരുവൻ മാത്രം, നമ്മളെ വീണ്ടെടുത്ത നസറനായ യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. മഹാദൈവത്തിന് ഇന്ന് രാത്രി പന്തലിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ
എല്ലാ ധരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അന്യഭാഷകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം ഇന്ന് രാത്രി സ്റ്റേജിലും ആമേൻ പന്തലിലുമായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ, കൂട്ടുവേലക്കാരെ, ഈ രാത്രി ഒരാൾ പോലും മൗനമായിരിക്കാതെ വണ്ണം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിനെ സ്തുതിക്കാമല്ലോ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ശബ്ദമുയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഇത്ര മധുരമാവൻ നാമമെനിക്കു പാർക്കാം. എത്ര മധുരമാവൻ നാമമെനിക്കു പാർക്കാം. ഓർത്തുവരും തോറും ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറും ആർത്തി മാഞ്ഞു പോകുന്നു. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവേ, ഈ ജനറൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പാടുവാൻ, ആരാധിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവം, അവിടത്തോളം വലിപ്പമുള്ള അവിടുത്തെ പരിശുദ്ധ വചനത്തെ ഇന്ന് രാത്രി ഈ ദേശത്ത്, ഈ പട്ടണത്തിൽ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇന്ന് രാത്രി പ്രാപ്തരാക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗമുന്നമേ കണ്ടതും ഭൂമി ഇതുവരെ കാണാത്തതുമായ ഒരു നല്ല ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി അനുവദിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ എല്ലാ സഭകളെയും ഇതിൻ്റെ നേതൃത്വത്തെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ഇതിനകത്ത് വെളിപ്പെട്ട് അത്ഭുതങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ കൂടെ ഈ രാജ്യത്തിൽ ചെയ്യുന്ന എല്ലാ ദൈവത്തിൻ്റെ നീതിക്കായി ഞങ്ങൾ സ്തോത്രം. ഇന്ന് രാത്രി വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നാടിനോട് സംസാരിക്കണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ പ്രദേശത്ത് വിളങ്ങേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും അവിടുന്ന് ശാസിക്കും. ആരാധനയ്ക്ക് വിരോധമായി, ദൈവവചന ശുശ്രൂഷയ്ക്ക് വിരോധമായി ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ദേശത്തിൽ പണം വിടർത്തി നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ ഈ രാത്രിയിൽ ഞങ്ങൾ ഭത്സിക്കുന്നു. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യുമാറാകണമേ. ജനത്തെ തൊടും. ദൈവിക രോഗശാന്തിയും വിടുതലും പാപമോചനവും ഇന്ന് രാത്രി ജനത്തിന് മേൽ കൽപ്പിക്കും. എല്ലാ സ്തുതിയും, എല്ലാ ആരാധനയും, എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്നുകൂടി സ്തോത്രം ചെയ്യാം. വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം
ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് രാത്രി നമ്മളിവിടെ വായിച്ച് കേട്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനും കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചവനുമായ യോഹന്നാന് പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് ദൈവമായ കർത്താവ് നൽകിയ വെളിപ്പാടാണ് ഈ പറയുന്ന വെളിപ്പാട് പുസ്തകം. വേദപുസ്തകത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളെ എല്ലാം അപേക്ഷിച്ച് പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനവും പുതിയ നിയമത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകവും രണ്ടും പരസ്പരം പൂരകങ്ങളായി ഏതാണ്ട് 700-ൽ പരം വർഷങ്ങളുടെ ദൈർഘ്യം ഈ രണ്ട് പുസ്തകങ്ങൾക്ക് തമ്മിലുണ്ടെങ്കിലും ഈ പുസ്തകങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ വായിച്ചാൽ ഒരേ കാലഘട്ടത്തിൽ ഒരേ സ്ഥലത്തിരുന്ന് എഴുതിയതുപോലെ വരത്തക്കവണ്ണം അന്ത്യകാലത്തേക്ക് വേണ്ടി ദൈവം കരുതി വച്ച പ്രവചന പുസ്തകങ്ങളാണ് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും. അതിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകത, വെളിപ്പാട് എന്ന വാക്കിന് മറ നീക്കി പ്രദർശിപ്പിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്പം കൂടി അതിനെ വിശദമാക്കി പറഞ്ഞാൽ, ഒരു സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാം പൊതുജന സമക്ഷം കർട്ടൻ നീക്കി പ്രദർശിപ്പിക്കുക എന്ന അർത്ഥത്തോടു കൂടിയാണ് വെളിപ്പാട് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പ്രധാനപ്പെട്ട കാര്യം യോഹന്നാൻ്റെ വെളിപ്പാടെന്നല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ് ഈ പ്രവചനത്തിൻ്റെ ആപ്തവാക്യം. കാരണം തൻ്റെ ദാസനായ യോഹന്നാന് യേശുക്രിസ്തു വരുംകാലങ്ങളിൽ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി വെളിപ്പെടുത്തി കൊടുത്ത പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദാനിയേൽ പ്രവചന പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ആ ദാനിയേലിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഈ പ്രവചനം അന്ത്യകാലത്തേക്കുള്ളതുകൊണ്ട് നീ പോയി വിശ്രമിച്ചു കൊള്ളുക, അന്ത്യകാലത്ത് നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞ് അവനോട് യഹോവയായ ദൈവം ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് പറഞ്ഞു, ഈ പ്രവചനം അന്ത്യകാലത്തേക്കുള്ളതായതുകൊണ്ട് ഈ പ്രവചനം മുദ്ര ഇടുക. എന്നാൽ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൂതനോട് വിളിച്ചു പറഞ്ഞത്, ഈ പ്രവചനം ഈ കാലത്തേക്കുള്ളതായതുകൊണ്ട് ഈ പ്രവചനത്തിന് മുദ്ര ഇടരുത്. അപ്പോൾ പ്രവചനങ്ങൾ തമ്മിൽ, ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും പ്രവചനങ്ങൾ തമ്മിൽ പരസ്പര പൂരകങ്ങളാണെങ്കിലും അതിൻ്റെ സമാപനത്തിൽ പറയുന്നത് ദാനിയേൽ പ്രവചനം പറഞ്ഞു മുദ്രയിടാൻ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു ഈ പ്രവചനം മുദ്ര ഇടരുത്. അങ്ങനെ മുദ്ര പൊട്ടിച്ച് പൊതുജന സമക്ഷം ഏതൊരു ചെറിയവനും വലിയവനും വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും ഒരുപോലെ മനസ്സിലാകത്തക്ക നിലയിൽ മാനവരാശിക്ക് വേണ്ടി വിഭാവന ചെയ്ത വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇന്ന് രാത്രി ചിന്തിക്കാൻ ഈ ആയുസ്സിൽ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി വിളിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ഈ സ്ഥലത്ത് നിർത്തിയ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും എല്ലാ പുകഴ്ചയും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി വായിച്ച വചനത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ വളരെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ വായിച്ച വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലനോട് യഹോവയായ ദൈവം വിളിച്ചു പറഞ്ഞത്, ഈ പ്രവചനം വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾക്കുന്നവനും ഭാഗ്യവാൻ, ഇതിലെഴുതിയിരിക്കുന്നവനും ഭാഗ്യവാൻ. നോക്കൂ, ഈ പ്രവചന പുസ്തകത്തിന് മാത്രം, ഈ പുസ്തകത്തിന്, എൻ്റെ കയ്യിലിരിക്കുന്ന, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന് മാത്രമുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യ, ഒരു സത്യമാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസൻ ഈ പ്രവചനം വായിച്ച ആ മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ കീഴിലും ഈ ശബ്ദപരിമിതിയിലും കേട്ട ഈ വചനം കേട്ടവരുണ്ട്. വചനം പറയുന്നു അവരും ഭാഗ്യവാന്മാർ. എന്നാൽ ഇന്ന് രാത്രി ഈ വചനത്തെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഈ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ അതിലും വലിയ ഭാഗ്യവാന്മാർ. അങ്ങനെ 3 ഭാഗ്യവാന്മാരെ ഒരേ സമയം സൃഷ്ടിക്കുന്ന ഈ മഹത്വമേറിയ പുസ്തകത്തിനായി ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിന് മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. അപ്പം എന്നിട്ട് പറഞ്ഞു, ഈ പ്രവചനം വായിക്കുന്നവൻ, വായിച്ച് കേൾക്കുന്നവൻ, ഇതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ, സമയം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ പ്രമേയം, എൻ്റെ പ്രസംഗ ചിന്താ വിഷയം സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ സമയത്തിനും കാലത്തിനും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വേദപുസ്തകം, പ്രത്യേകിച്ച് സമയത്തിനും കാലങ്ങൾക്കും വേദപുസ്തകം നൽകുന്ന ഒരു വലിയ പ്രാധാന്യത ഉണ്ട്. പ്രത്യേകിച്ച് മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയത്തെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ബോധമുള്ളവരാണ്
പ്രത്യേകിച്ച് സാക്ഷരതയുടെ 100 മേനി അവകാശപ്പെടുന്ന മലയാളി സമൂഹം. അതിൽ 1-2 കാര്യം പറഞ്ഞാൽ, ഈ സ്ഥലത്തുകൂടി ഒരു ബസ്സുണ്ടെങ്കിൽ അത് ഏത് സമയമാണെന്ന് നമുക്കറിയാം. 10 മണിക്കാണ് ബസ്സെങ്കിൽ 10:05 ആരും ബസ് സ്റ്റോപ്പിൽ വരാറില്ല. കൃത്യമായി സമയം പാലിച്ച് 10 മണിക്ക് മുമ്പ് തന്നെ പരമാവധി ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുവാൻ ഏതൊരു യാത്രക്കാരനും ശ്രമിക്കുന്നത് പോലെ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാൾ ട്രെയിൻ എടുക്കുന്നതിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ആ സ്ഥലത്ത് വന്നെത്തി അവൻ യാത്ര ചെയ്യേണ്ട കമ്പാർട്ട്മെൻറ്റ് വരെ നോക്കി കൊണ്ടുവന്ന് ട്രെയിൻ വന്ന് നിന്നാൽ ഉടനെ അതിൽ കയറി യാത്ര ചെയ്യത്തക്ക നിലയിൽ അവൻ സുരക്ഷിതനായി സമയം പാലിക്കുന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മളിൽ പലരെ ആളുകളും വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യാൻ വിമാനത്തിൽ പോകാൻ ഏതാണ്ട് 2.5 മണിക്കൂറിന് മുമ്പ് എയർപോർട്ടിലെത്തി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതിന് അത് എത്ര സമയത്തിന് മുമ്പ് എത്തണം എന്ന് നമുക്കറിയാം. ആഭ്യന്തര യാത്രകൾക്ക് എത്ര സമയത്തിന് മുമ്പ് എത്തണമെന്നും അതുപോലെ രാജ്യത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ എത്ര സമയത്തിന് മുമ്പ് എത്തണമെന്നും നമുക്കറിയാം. അതിനനുസരിച്ച് തന്നെ കൃത്യസമയത്ത് എയർപോർട്ടിലെത്താൻ നമുക്കറിയാം. പക്ഷേ എങ്കിലും നിർഭാഗ്യവശാൽ സഭാരാധനയുടെ സമയം ക്രൈസ്തവ സമൂഹത്തിന് തെറ്റിപ്പോകുന്നു എന്നുള്ളത് ഒരു വാക്കിൽ ഈ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നതിൽ ചെറിയൊരു ദുഃഖമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സമയത്തെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായി അറിയാം. ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു രോഗി ആ ഡോക്ടറുടെ സമയത്തിനനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. അതിന് ഒത്തിരി സമയത്തിന് മുമ്പ് തന്നെ അവിടെ എത്തുന്നു. ഡോക്ടറെ കാണാൻ വേണ്ടി ബന്ധപ്പെട്ട് അവിടെ നിന്ന് എത്ര മണിക്കൂർ വേണമെങ്കിലും ത്യാഗം സഹിച്ച് അവിടെ നിന്ന് ഡോക്ടറെ കാണുന്നു, മെഡിസിൻ മേടിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ സമയത്തെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും ഏതൊരു മലയാളിക്കും വളരെയേറെ ബോധവാന്മാരാണ്. ആ സമയത്തെക്കുറിച്ച് ഏവർക്കും അറിവുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ആമുഖം ഞാൻ അവസാനിപ്പിക്കാം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ്റെ മകൻ അതിരാവിലെ പുലർച്ചെ ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് നെടുമങ്ങാടിനടുത്ത് ചുള്ളിമാനൂർ വെച്ച് ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. ഏകദേശം 5:30 മണിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഏതാണ്ട് 7 മണിയോളം സമയം രക്തം വാർന്ന് ആ റോഡിൻ്റെ സൈഡിൽ ആ ചെറുപ്പക്കാരൻ കിടന്നു. അതിനുശേഷമാണ് 108 ആംബുലൻസ് വിളിച്ചു, നാട്ടുകാരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏതാണ്ട് 8:10 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു അദ്ദേഹം മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ മരണത്തിൻ്റെ സ്ഥിരീകരണം പറയാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പുറത്തു വരുമ്പോൾ ഈ കൊണ്ടുപോയ ആളുകളോടും ഈ മരിച്ചുപോയ പയ്യൻ്റെ ബന്ധുക്കളായി ഞങ്ങളോടും പറഞ്ഞത് ഒരല്പസമയത്തിന് മുമ്പ് കൂടി എന്ന് പറഞ്ഞാൽ ഒരു 6:30 മണിക്കെങ്കിലും അവനെ എത്തിച്ചിരുന്നെങ്കിൽ അവനെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി എന്നത് യാഥാർത്ഥ്യം. പക്ഷേ അതിന് ചികിത്സകളുണ്ടായിരുന്നു. പക്ഷേ സമയം വൈകിപ്പോയതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അവൻ്റെ 21-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു സമയം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി വേദപുസ്തകം പറയുന്ന സമയം ഏതാണ്? ഏത് കാര്യത്തിനാണ് സമയം അടുത്തിരിക്കുന്നത്? ഏത് രീതിയിലാണ് ഇന്ന് രാത്രി അതിൻ്റെ ഗൗരവം ഇന്ന് രാത്രി മനുഷ്യൻ കാണേണ്ടത് കേൾക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വേഗത്തിൽ എൻ്റെ മുമ്പിലുള്ള സമയത്തെക്കുറിച്ചും സമയത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് വ്യക്തമായി ബോധ്യം എനിക്കുണ്ട്. എങ്കിലും ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചിന്ത വളരെ സുദീർഘമാണ് എന്നെനിക്കറിയാം. എങ്കിലും പരിമിത സമയത്തിനുള്ളിൽ എന്നെ ഏൽപ്പിച്ച ചിന്ത ഇന്ന് രാത്രി ഈ പ്രദേശത്തിന് മുമ്പിൽ വിളിച്ചു പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നോക്കൂ, ഏതെല്ലാം കാര്യത്തിനാണ് സമയം അടുത്തിരിക്കുന്നത്. 1-2 ചിന്തകൾ. റോമാലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇന്ന് രാത്രി നമുക്കതിനോട് ചേർന്ന് വായിക്കാം. ഏതെല്ലാം കാര്യത്തിലാണ് സമയം അടുത്തിരിക്കുന്നത്? റോമാലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. നോക്കൂ, വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ സഭയോടുള്ള ബന്ധത്തിലാണ് പ്രാരംഭമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. നമുക്കറിയാം ദൈവത്തിൻ്റെ സഭ എന്താണ്. സഭ എന്നത് ഇന്ന് ലോകമെമ്പാടും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ സുദീർഘമായ ഒരു ചിന്തയാണ് സഭ എന്നുള്ളൊരു പദം. പല ആളുകൾക്ക് സഭ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അതാണോ ശരി, ഇതാണോ ശരി എന്നതിനെക്കുറിച്ച് മനുഷ്യന് പൊതുവെ ആശങ്കയും ആകുലതകളുമുണ്ട്. എന്നാൽ സഭ എന്നതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ചില പരാമർശങ്ങൾ വേഗത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യപ്പെടുന്നു. നോക്കൂ, എന്താണ് സഭ? സഭ എന്ന വാക്കിന് പ്രധാനമായി എക്ലീഷ്യ എന്ന വാക്കാണ് സഭ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്.
അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ, വിളിച്ചു വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ വിളിച്ച് വേർതിരിച്ചവരുടെ വിഭാഗത്തെയാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഇഹലോക ജീവിതത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് മനുഷ്യനോട് തൻ്റെ മുമ്പിൽ കൂടിയ പുരുഷാരത്തോട് തൻ്റെ ശിക്ഷഗണങ്ങളോടുമായി യേശു കർത്താവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിലെ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് അതിരാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. അവൻ അതിരാവിലെ പുറപ്പെട്ടു റോഡ് വക്കിൽ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിങ്ങൾക്ക് ജോലിയുണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ച് ആ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കായി ആക്കി. അതിനുശേഷം അടുത്ത 9-ാം മണി നേരത്തും അവൻ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കുറേ ആളുകൾ ചന്തസ്ഥലത്തും അതുപോലെ വേലിക്കരികിലും മെനക്കെട്ടിരിക്കുന്ന കുറച്ച് ആളുകളെ അവൻ കണ്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വന്ന് വേല ചെയ്യുവീൻ, ന്യായമായത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. 3-ാമത്തെ സമയം, ഏതാണ്ട് 3-ാം മണി നേരം എന്ന് പറഞ്ഞാൽ ആ ജോലി അവസാനിക്കുന്നതിന് ഏതാനും ചില മിനിറ്റുകൾക്ക് മുമ്പും അദ്ദേഹം ജംഗ്ഷനിലേക്ക് വരുമ്പോൾ കാണുന്നത് ചന്തസ്ഥലത്തും കടവരാന്തയിലും വെറുതെ ഇരിക്കുന്ന കുറേ ആളുകളെ കണ്ടു. തമാശ പറഞ്ഞും ചിരിച്ചും കളിച്ചും ഇരിക്കുമ്പോഴും ജോലിയും കൂലിയുമില്ലാതെ വീട്ടിനകത്തെ പരിതാപകരമായ അവസ്ഥയിൽ ഹൃദയം നീറുന്ന മനസ്സോടും വേദനയോടുകൂടി കടവരാന്തയിലും ചന്തസ്ഥലത്തും ഇരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ആ മനുഷ്യൻ കണ്ടു. എന്നിട്ട് അവർ ചിരിക്കുന്നു, സുഹൃത്തുക്കളോട് സന്തോഷിക്കുന്നു, അവരോട് വർത്തമാനം പറയുന്നു, ആഘോഷിക്കുന്നു. പക്ഷേ മനസ്സിനകത്ത് നീറിപ്പുകയുന്ന വേദനയോടും ഭവനത്തിനകത്തേക്ക് ചെന്നാൽ ഭവനത്തിന്റെ അവസ്ഥ എന്തെന്നതിനെ കുറിച്ച് അതിശക്തമായ വേദനയോടിരിക്കുന്ന ആ പുരുഷന്മാരെ കണ്ടിട്ട് ആ പ്രിയപ്പെട്ടവൻ വിളിച്ചു പറഞ്ഞു, യജമാനൻ പറഞ്ഞു, നിങ്ങൾ സമയം വൈകിപ്പോയിട്ടില്ല, ഒരുപക്ഷെ ക്ലോക്കിന്റെ സമയം ഇച്ചിരി വൈകിപ്പോയെങ്കിലും നിങ്ങൾ വരൂ, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യൂ, നിങ്ങൾക്ക് ന്യായമായത് തരാം എന്ന് പറഞ്ഞ് വിളിച്ചു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, വിളിച്ചു വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ 3 സന്ദർഭങ്ങളിലായി ഈ ആളുകളെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നതിന് ആ യജമാനൊരു ഉദ്ദേശമുണ്ട്, അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ, ഒരിക്കൽ പോലും ഈ പുസ്തകം കയ്യിലെടുക്കുമെന്നോ ഇങ്ങനെ ഒരു സത്യാരാധനയുടെ പന്തലിന്റെ കീഴിൽ ഇരിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരിക്കെ, 1-2 തലമുറയ്ക്ക് മുമ്പ് വരെ അങ്ങനെ പോലും ചിന്തിക്കാൻ കഴിയാതിരിക്കെ, സർവശക്തനായ ദൈവം അവിടുത്തെ അനാദി സ്നേഹത്താൽ എന്നെയും നിങ്ങളെയും കാലെക്കൂട്ടി കണ്ട് യിരെമ്യാ പ്രവചന പുസ്തകം 1:5 വായിക്കുന്നത് പോലെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട് നമ്മെ പേർ ചൊല്ലി വിളിച്ച് ഈ ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ച ആ മഹാദൈവത്തിന്റെ ശേട്ടമേറിയ വിളിയെ ഓർത്ത് ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ 61ാമത് വാർഷിക കൺവെൻഷൻ നടക്കുമ്പോൾ ദൈവത്തിന്റെ സഭ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് സത്യദൈവത്തെ ആരാധിക്കാൻ വിളിച്ചു വേർതിരിച്ച മഹാദൈവമേ, അങ്ങക്ക് ഇന്ന് രാത്രി ആരാധന എന്ന് പറയാൻ മനസ്സുള്ളവർ കരങ്ങളെ ഒന്ന് തട്ടി ഈ രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ, ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പോൾ ദൈവിക ഉദ്ദേശത്തിനായി, ദൈവിക പദ്ധതിക്കായി ദൈവം വിളിച്ചു ചേർത്ത സമൂഹത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സഭ. അല്പം കൂടി അതിനെ വിശദീകരിക്കണം. എന്താണ് സഭ? ആരാണ് സഭയിൽ ഉള്ളത്? വേദപുസ്തകം പറയുന്നു, വിളിച്ചു വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ, ശാപത്തിൻ്റെ കീഴിൽ മരണത്തിന് വിധിക്കപ്പെട്ട ഒരു നിർഭാഗ്യ ജീവിയായി പോയി മനുഷ്യൻ. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം പാപികളായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ ആദാമ്യ പാപം മനുഷ്യൻ്റെ രക്തത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ സകല മനുഷ്യനും പാപികളായി തീർന്നു എന്ന് വേദപുസ്തകം പറയുന്നു. പാപമില്ലാതില്ലോ ഒരു നരനും ഭൂതലെ കോപശീലം ശിശുവിനുമുണ്ടല്ലോ എന്ന് പറയത്തക്കവണ്ണം സകല മനുഷ്യരും ഈ ഭൂമിയിൽ പാപികളായി. അങ്ങനെ പാപികളായ മനുഷ്യന് ദൈവം കൊടുത്ത ശിക്ഷയാണ് പാപത്തിൻ്റെ ശമ്പളം മരണം എന്നും മരണത്തിനപ്പുറത്ത് ന്യായവിധിയും ദൈവം കാലങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യന് വേണ്ടി
ഒരുക്കി. എന്നാൽ ആ കാലത്ത് ദൈവത്തിന് ഒരു നീതിയുണ്ട്. ഒരു ഭാഗത്ത് പാപത്തിൻ്റെ ശമ്പളം മരണവും, മരണം വഴി ന്യായവിധിയും ദൈവം മനുഷ്യനായി നിയമിച്ചപ്പോൾ തന്നെ ഏതൊരു മനുഷ്യനും ഏതൊരു കാലത്തും രക്ഷപ്പെടാൻ ദൈവം രക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പിടാതെ ഇന്ന് വരെ ഒരു മനുഷ്യനോടും ദൈവം ദയാ കാണിക്കാതിരുന്നിട്ടില്ല. ഇന്ന് രാത്രി ഈ നാട്ടുകാരോട് വിളിച്ചു പറയുന്നു, ഈ ദേശത്തിൻ്റെ ഈ നാടിൻ്റെ അവസാനത്തെ പാപി വരെ രക്ഷിക്കപ്പെടുവാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായി ഒരു ജനറൽ കൺവെൻഷൻ കൂടെ ഈ നാട്ടിൽ ദൈവം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, കോവിഡ് എന്ന മഹാമാരി ഒരിക്കൽ പോലും നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു മഹാവ്യാധി ഈ ഭൂമിയിൽ വന്നു. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് കാണാൻ കൊള്ളാകുന്ന നല്ലൊരു ഫ്രൂട്ട്സിൻ്റെ തന്നെ സിമ്പൽ ഉള്ളതാണ്. പക്ഷേ കോടിക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത കൊറോണ വൈറസ് ഈ നാട് മുഴുവൻ, ലോകം മുഴുവൻ, മനുഷ്യരാശിയുള്ള എല്ലായിടങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെ എടുത്തപ്പോൾ ഇന്ന് രാത്രി ഈ പട്ടണത്തിലെ പ്രിയപ്പെട്ടവരെ, അതിൽ ഒരാളായി ഞാനും നീയും തീരാതിരുന്നത്, ദേശവാസിയെ നീ തീരാതിരുന്നത്, നീ കോവിഡിൽ മരണപ്പെട്ടു പോകാത്തത്, ഈ രക്ഷ നിന്റെ അകത്തു വരണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിച്ചിട്ട് അവിടെ നമ്മോട് കാണിച്ച നീതിയായിരുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവസഭയ്ക്ക് ഒരുക്കി, സമൂഹത്തിന് ഒരുക്കിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കൂ, അങ്ങനെ രക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് എല്ലാ കാലത്തും ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരുന്നു. അതാണ് ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആഴം നമ്മൾ കാണുന്നത്. അതിന് പഴയ നിയമത്തിൽ ദൈവം യാഗാർപ്പണങ്ങളും ദൈവം പഴയ നിയമത്തിൽ ഒരുക്കിയിരുന്നു. എന്നാൽ അന്ന് വേദപുസ്തകം പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്താൽ അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു യാഗമൃഗത്തെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് അവൻ കൊണ്ടുവരണം. അവൻ്റെ പാപം, ഈ കൊണ്ടുവരുന്ന മനുഷ്യൻ അവൻ്റെ ഒരു ആണ്ടത്തെ പാപം മുഴുവനും ഈ യാഗവസ്തുവിൻ്റെ മേൽ ചുമത്തിയിട്ട് ഇവൻ മരിക്കുന്നതിന് പകരം ആ യാഗമൃഗത്തെ അറുത്ത് അതിൻ്റെ തോലുരിഞ്ഞ് കളഞ്ഞ് അതിനെ നെടുവേ കീറി അതിനകത്തുള്ള കുടലും കയ്പും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ശുദ്ധമായ മാംസത്തെ ഖണ്ഡമായി മുറിച്ച് യാഗപീഠത്തിൻ്റെ മേൽ അർപ്പിച്ച് മഹാപുരോഹിതൻ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഈ മഹാപാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവം ഈ യാഗവസ്തുവിനെ ദഹിപ്പിച്ച് അതിൻ്റെ സൗരഭ്യം സ്വർഗത്തിൽ നിന്ന് മണത്തിട്ട് അവൻ്റെ പാപത്തിന് പരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ 2023 ജനുവരി 1 മുതൽ ഈ ഡിസംബർ മാസം 8-ാം തീയതി വരെയുള്ള ഇന്ന് രാത്രിയാണ് ഞാൻ പാപത്തിന് പരിഹാരത്തിന് യാഗമർപ്പിക്കുന്നതെങ്കിൽ ഈ രാത്രി വരെയുള്ള എൻ്റെ പാപം മുഴുവനും കർത്താവ് ക്ഷമിക്കുന്നു. പക്ഷെ ഈ യാഗം കഴിഞ്ഞ് അങ്ങോട്ടിറങ്ങുമ്പോൾ അടുത്ത ആണ്ടേക്കുള്ള പാപത്തിൻ്റെ പട്ടികയുമായിട്ടായിരുന്നു മനുഷ്യൻ പോകുന്നത്. അങ്ങനെ പോയി കർത്താവ് നോക്കി, മനുഷ്യൻ ശരിയാകുന്ന ലക്ഷണമില്ല. പിന്നീട് മനുഷ്യന് അതും നിസാരമായി തോന്നിയപ്പോൾ സർവശക്തനായ ദൈവം ഭൂമിയിലെ മാനവരാശിയോട് അവിടുന്ന് കാണിച്ച കരുണയായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ മാനവജാതിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നി. അങ്ങനെ ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് പിറകിൽ കന്യകയുടെ തിരുവുദരത്തിൽ പുരുഷന്റെ ബീജത്താലോ അല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. മത്തായി സുവിശേഷം 1:22 നമ്മൾ വായിക്കുന്നത് പോലെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരാകും. അങ്ങനെ ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അരിമനാഥനായ യേശു ക്രിസ്തു അവിടുന്ന് ജന്മമെടുക്കുവാനിടയായി. അവിടുത്തെ ജനനത്തെ ആഘോഷിക്കാൻ ഡിസംബർ 25 ആളുകളെല്ലാം കാവലോടെ കാത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർക്കണം, ഒരു സ്റ്റാർ ഇടാനോ ഒരു ലൈറ്റ് കെട്ടാനോ മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് കേവല ക്രിസ്ത്യാനി എന്നുള്ള പേര് സമ്പാദിക്കാൻ വേണ്ടി അല്ല യേശു ജനിച്ചത്. പകരം എന്തിനാണ് യേശു ജനിച്ചത്? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, പാപമില്ലാത്തവനായി, പരിശുദ്ധനായി, പാവനനായ ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുവാനിടയായി. ആ യേശു ക്രിസ്തു 33.5 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു. ഒടുവിലത്തെ 3.5 കൊല്ലം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും
അടയാളങ്ങളാലും താൻ തന്നെ ദൈവത്തിന്റെ പുത്രനെന്ന് തെളിയിച്ചുകൊണ്ട് പാലസ്തീന്റെ മണ്ണിൽ, സിയോന്റെ മണ്ണിൽ അവിടുന്ന് യാത്ര ചെയ്ത് അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു. ഏതൊക്കെയാണത്? കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട്, കൂനിയായവളെ നിവർത്തിക്കൊണ്ട്, സമൂഹം അറപ്പോടും വെറുപ്പോടും കാണുന്ന കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിക്കൊണ്ട്, ചെകിടനെ കേൾക്കുമാറാക്കിക്കൊണ്ട്, കുരുടനെ കാണുമാറാക്കിക്കൊണ്ട്, ജീവിതത്തിൽ ആശയറ്റുപോയ ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കിക്കൊണ്ട്, എന്തിനേറെ പറയുന്നു, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് പോരാ, മരിച്ച് 6 അടി മണ്ണിനകത്ത് അടക്കം ചെയ്തവനെ പോലും ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് താൻ മാത്രം ദൈവപുത്രനെന്ന്, എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കൂ, അവിടുന്ന് മാത്രം ദൈവത്തിന്റെ പുത്രനെന്ന് തെളിയിച്ചുകൊണ്ട് 3.5 കൊല്ലം ഈ ഭൂമിയിൽ അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി. ആ യേശു ഒടുവിൽ പീലാത്തോസിന്റെ കൽത്തളത്തിൽ വെച്ച്, ആ പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് യേശു ക്രിസ്തു കാൽവറി മരണത്തിനായി വിധിക്കപ്പെട്ടു. എന്തിനു വേണ്ടി യേശു വിധിക്കപ്പെട്ടു? ഇന്ന് രാത്രി ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, അവിടുന്ന് ക്രൂശു മരണത്തിനായി യേശു വിധിക്കപ്പെട്ടു. ഇന്ന് രാത്രി പ്രദേശവാസികളെ, ഈ പന്തലിന്റെ തണലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു എന്തിനു വേണ്ടിയായിരുന്നു ആ വധശിക്ഷയ്ക്കായി അവിടത്തെ വിധിച്ചത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, അവിടുന്ന് പാപം ചെയ്തിട്ടല്ല. വേദപുസ്തകം പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പരിശുദ്ധനായ ദൈവം. വേദപുസ്തകം പറയുന്നു, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ക്രിസ്തു. അങ്ങനെ ധാരാളം ആലങ്കാരിക പദപ്രയോഗങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നു. ആ യേശു ക്രിസ്തു, പാപമില്ലാത്തവനായ ക്രിസ്തു. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും, ക്രിസ്ത്യാനികളായ ആളുകള്, പ്രസംഗകര് യേശു ക്രിസ്തുവിനെ ഇച്ചിരി അങ്ങ് പൊക്കി പറഞ്ഞാണ്. അല്ലേ, അല്ല. നോക്കൂ, വേദപുസ്തകം നോക്കൂ, അന്നത്തെ കാലത്തെ ചരിത്രം നിങ്ങൾ വായിക്കൂ. യേശു ക്രിസ്തുവിനെ മാറി മാറി വിധിച്ച കോടതികളെല്ലാം പറഞ്ഞു അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവസാനം യേശു ക്രിസ്തുവിനെ മരണശിക്ഷയ്ക്കായി വിധിച്ച പീലാത്തോസ് പൊതുജനത്തോട് വിളിച്ചു പറഞ്ഞു, ഈ നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അങ്ങനെ തന്നെ വിസ്തരിച്ച കോടതികൾക്കോ, തന്നെ ശിക്ഷ വിധിച്ച ജുഡീഷ്യറിക്ക് പോലും തന്നിലൊരു കുറ്റവും കാണാൻ കഴിയില്ല. അപ്പൊ ചോദ്യം എന്താണ്? യേശുവിന് എന്തിനാണ് മരിച്ചത്? മറുപടി ഒന്നേ ഉള്ളൂ, നാട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് രാത്രി പ്രസംഗം ഗ്രഹിക്കാൻ പ്രാപ്തരായ ദേശവാസികളെ, നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, ഇന്നലകളിൽ മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് വേണ്ടി പോരാ, ഇന്ന് നാളെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി പോലും കാലങ്ങൾക്ക് പിറകിൽ തന്റെ ക്രൂശ് മരണത്താൽ മാനവരാശിക്ക് രക്ഷ സമ്പാദിച്ച യേശുവിന്റെ ക്രൂശ് മരണത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. രാത്രിയിൽ ഈ മയക്കം പിടിച്ചുകൊണ്ട് ഈ പന്തലിൽ നിൽക്കുമ്പോൾ അഭിമാന പുരസ്സരം പറയാൻ കഴിയും, യേശു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ് ഇന്ന് രാത്രി ദൈവവചനം പ്രസംഗിക്കാൻ ഞാൻ ഈ വേദി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ മരിച്ചു മൺമറഞ്ഞു പോയനെ. പോകാതിരുന്നതിന്റെ കാരണം യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ ജീവിതത്തിൽ വന്നതുകൊണ്ട്. നോക്കൂ, അപ്പൊ പാപികളുടെ രക്ഷയ്ക്കായി യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു. പാപമില്ലാത്ത ക്രിസ്തു, പരിശുദ്ധനായ ക്രിസ്തു, പാപികളായ മനുഷ്യന് വേണ്ടി യേശു മരിച്ചു. അപ്പൊ ചോദ്യം ഇതാണ്, എന്നാ പിന്നെ എങ്ങനെയാണ് യേശു ക്രിസ്തു അന്ന് പാലസ്തീനിൽ മരിച്ച ക്രിസ്തുവിന്റെ മരണം ഇന്നെങ്ങനെയാണ് രക്ഷ കൊണ്ടുവരുന്നത്? ഒന്നേ ഉള്ളൂ, വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും രക്ഷ സൗജന്യമായി നൽകി. അതിന് പണത്തിന്റെ ആവശ്യമില്ല, മൂന്നാം സ്ഥാനം മറ്റൊരുവന്റെ മധ്യസ്ഥത ആവശ്യമില്ല, കുമ്പസാരക്കൂട്ടിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെയോ പാപം ഏറ്റുപറയേണ്ടതിന്റെ ആവശ്യകതയില്ല. ഇന്ന് രാത്രി എവിടെ നിങ്ങളായിരിക്കുന്നുവോ അവിടെയായിരുന്നു കൊണ്ട് ഇതുവരെയും ജീവിതത്തിൽ ചെയ്ത സകല പാപങ്ങളെയും യേശുപ്പച്ചന്റെ മുമ്പാകെ വിശ്വാസത്തോടെ നിറക്കണ്ണുകളോടെ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഇന്ന് രാത്രി ആ ചങ്കിൽ കൈവച്ചു പറയണം, ഇനി എൻ്റെ ആയുസ് മുഴുവൻ യേശുവേ പാപരഹിതമായി അങ്ങയുടെ മകനായി മകളായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു തീരുമാനം നീ എടുക്കുമ്പോൾ നിന്റെ കടിച്ചുവപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ പുണ്യാഹ രക്തം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. ഈ ശബ്ദപരിമിതിയിൽ വ്യാപരിക്കുകയാണ്. അതിശക്തമായി ഇന്ന് രാത്രി അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ യേശുക്രിസ്തുവിലുള്ള രക്ഷ കർത്താവ് വിശ്വാസം മുഖാന്തരം മാനവജാതിക്ക് വേണ്ടി ഒരുക്കി. ഇന്ന് രാത്രിയിൽ ആർക്കാണ് പാപത്തോട് വിട പറയാൻ താല്പര്യമുള്ളത്? അകാല മരണത്തോട് വിട പറയാൻ ആർക്കാണ് താല്പര്യമുള്ളത്? ശാപത്തിനും നരകത്തിനും പോകാതെ ഇന്ന് രാത്രി രക്ഷയുടെ ആ സ്വർഗീയ പർദീസ സ്വപ്നം കണ്ടുകൊണ്ട് ഇന്ന് രാത്രി യേശു കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ജനത്തിന്റെ പേരാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അവരുടെ കൂട്ടത്തിന്റെ പേരാണ് ദൈവത്തിന്റെ സഭ. അല്പം കൂടി പറഞ്ഞാൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം ബൈബിൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു താൻ പാർത്ത സ്ഥലത്ത് നിന്ന് സുമാർ 40-ലധികം കിലോമീറ്റർ ദൂരം താൻ കാൽനടയായി നടന്ന് ചെന്നിട്ട് ഐനോൻ എന്ന് പറയുന്ന സ്ഥലത്ത് യോർദാൻ നദി ചെന്നു. യോർദാൻ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴെ യേശു സ്നാനം സ്വീകരിച്ചു. ഏതൊരു ക്രൈസ്തവനും എഴുത്തും വായനയും അറിയാമേലെങ്കിലും ഒന്ന് കേട്ടാൽ മനസ്സിലാകുന്ന വിധത്തിൽ അതിന് സ്നാനം എന്നും മറ്റു ചിലർ ജ്ഞാനസ്നാനമെന്നും പറയുന്നു. അപ്പം ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു ജ്ഞാനസ്നാനമല്ല, സ്നാനമാണ് ശരി. ഞാൻ പറയുന്നു യഥാർത്ഥത്തിൽ ശരി ജ്ഞാനസ്നാനം തന്നെ. എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. അറിവെന്ന് പറഞ്ഞാൽ ജനിച്ച് 6-ാം മാസത്തെ അറിവല്ല. ആ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല. അറിവെന്ന് പറയുന്നത് പാപത്തെ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും അറിയുന്ന പ്രായത്തിന്റെ പരിധിയാണ്. അവിടെ 18 വയസ്സൊന്നോ 30 വയസ്സൊന്നോ ഇല്ല. യേശു സ്നാനപ്പെട്ടത് അന്നത്തെ യഹൂദന്റെ ഇടയിൽ അവൻ അഭിപ്രായ സ്വാതന്ത്ര്യവും വോട്ടവകാശവും ഉള്ളത് അവൻ 30-ാമത്തെ വയസ്സിലാണ്. ആ കാലത്താണ് യേശു സ്നാനം സ്വീകരിച്ചത്. ആരെങ്കിലും തള്ളി വിടുകയായിരുന്നില്ല. പകരം യേശു സ്വമനസാലെ ചെന്ന് അവിടുന്ന് സ്നാനപ്പെട്ടു. എന്നിട്ട് ലോകത്തോട് യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ഏറ്റ സ്നാനം ഏൽക്കുകയും ഞാൻ കുടിച്ച പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവനെല്ലാം ശിക്ഷാവിധിയിലകപ്പെടും. സഭാവിശ്വാസി എന്ന് പറയുമ്പോഴും മുറുക്കാൻ ചവച്ചും പുകവലിച്ചും കഞ്ചാവ് വടി വലിച്ചും മദ്യപാനം നടത്തിയും മദ്യം വിറ്റും കൊടുത്തും കൊണ്ടും കുടിച്ചും ജീവിക്കുന്ന സ്നേഹിതരെ, നീ ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്, പക്ഷേ രക്ഷിക്കപ്പെടണമോ? പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് എല്ലാ തെറ്റായ വഴികളെയും വിട്ട് ഇന്ന് രാത്രി യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് അഭിഷക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാരുടെ കൈക്കീഴെ പിതാവിൻ്റെയും പുത്രൻ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലസ്നാനം സ്വീകരിക്കുന്നതിന്റെ പേരാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇത് കേട്ടിട്ട് നിസാരമായി കാണാം, ഇതിനെ വളരെ ലാഘവത്തോടെ നിങ്ങൾക്ക് തള്ളിക്കളയാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് 60, 70, 80 വർഷം ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ചെറിയ കാര്യമല്ല ഇത് പറയുന്നത്. അനന്തമായ യുഗം സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴിയാണിത്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഇന്ന് രാത്രി ആ നാമത്തെ സ്തുതിച്ചുകൊണ്ട് ഒന്ന് കരങ്ങളെ ചേർത്ത് തട്ടി കർത്താവിനെ സ്തുതിക്കട്ടെ. ലോകത്തിൽ രക്ഷിക്കുന്ന ഏകനാമം, ലോകത്തിൽ രക്ഷിക്കുന്ന ഏകനാമം, പാപത്തിന് പരിഹാരം വരുത്തുന്ന ഒരേ ഒരു നാമം, പാപിയെ രക്ഷിക്കുന്ന ഏകനാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിക്ക് ദാനമായി നൽകി. ആ പ്രത്യാശ അനുഭവിച്ച ദൈവമക്കൾ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി, ആ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ച് ശബ്ദമുയർത്തി മദ്യപാനത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും തെറ്റായ വഴികളിലും ജീവിച്ച് കുടുംബങ്ങളുടെ സമാധാനം തല്ലിക്കെടുത്തി പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ താറുമാറാക്കി നാടിനും വീടിനും സഭയ്ക്കും ദേശത്തിനും ശാപമായി മാറിയ ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇത് നിന്റെ രക്ഷയ്ക്കുള്ള കച്ചിത്തുരുമ്പാണ് ഈ യോഗമെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നതിൽ അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. അങ്ങനെ യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യന് രക്ഷ കൊടുത്തു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഇനി ഈ സഭ എന്ന് പറയുന്നത് സ്വാഭാവികമായി ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി എന്നാണ്. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം AG എന്നാണ്. ഓരോ സംഘടനകൾ ഈ സമൂഹത്തിലുണ്ട്.
പക്ഷെ ബൈബിൾ പറയുന്നു ഇതെല്ലാം മനുഷ്യൻ്റെ ആരാധനയ്ക്കും യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി നിജപ്പെടുത്തി സംഘടനകൾ സമുദായങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും സഭ എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് ദൈവസഭയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് അന്തർദേശീയമായ സഭ, രണ്ട് പ്രാദേശികമായ സഭ. ഇന്ന് രാത്രി ഈ പ്രദേശത്തുള്ള ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന് പറയുന്നത് ഇത് ഒരു പ്രാദേശിക സഭയാണ്. എന്നാൽ ലോകവ്യാപകമായിട്ടുള്ള അന്തർദേശീയ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പാപരഹിത ജീവിതം നയിക്കുന്ന ലോകത്തിൻ്റെ 5 വൻകരകളിലുമുള്ള ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, കോടി കോടി കോടിക്കണക്കിന് വരുന്ന വിശുദ്ധന്മാരെ വിളിക്കുന്ന പേരാണ് ക്രിസ്തുവിൻ്റെ സഭ. ഇനി ഈ സഭയുടെ പ്രത്യേകത എന്താണ്? വേദപുസ്തകം പറയുന്നു സഭയുടെ തല ക്രിസ്തു. സഭ എന്ന് പറയുന്നത് അവിടുത്തെ ഉടലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻപ് ചീഫ് സെക്രട്ടറി ആയിരുന്ന പ്രിയ ജിജി തോമസ് സാറ് കഴിഞ്ഞ ദിവസം ഒരു മർത്തോമയുടെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. വാസ്തവത്തിൽ പല പ്രാവശ്യം ഞാൻ ആ വാക്കുകൾ കേട്ടു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് കേട്ടത്. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, പക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതും മെത്രാന്മാരെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് വളരെ വിശാലമായി അദ്ദേഹം ആ സുവിശേഷം പറയുകയായിരുന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ശരീരമാണ് ദൈവത്തിൻ്റെ സഭ. ഇത് ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് അവരുടെ തോന്നിവാസം ചെയ്യാനുള്ളതല്ല ദൈവത്തിൻ്റെ സഭ. ഏതെങ്കിലും പുരോഹിതന്മാർക്ക് അവരുടെ ഇഷ്ടം ചെയ്യാനുള്ളതല്ല ഈ ദൈവത്തിൻ്റെ സഭ. ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യേണ്ടതല്ല ദൈവത്തിൻ്റെ സഭ. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സത്യ ഉപദേശത്തെ വളച്ചൊടിച്ച് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് അകറ്റി നിർത്തിയിരിക്കുന്ന സകല പുരോഹിതന്മാരോട് വിളിച്ചു പറയുന്നു, പുരോഹിതന്മാരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഒന്നുകൂടി ഞാൻ പറയുന്നു, ആമേൻ. പുരോഹിതന്മാരോട്, പാസ്റ്റർമാരോട്, ഇതിന്റെ ചുമതലക്കാരോട്, ലോകത്തിന്റെ സകല ആളുകളോട് വിളിച്ചു പറയുന്നു, ഇത് ആരുടെയും ഇഷ്ടത്തിന് നയിക്കേണ്ടതല്ല ദൈവത്തിന്റെ സഭ. ഇതിന്റെ സഭയുടെ ഭരണഘടന എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. സഭയുടെ യഥാർത്ഥ ഭരണഘടന എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഇതിനകത്ത് വള്ളിയോ പുള്ളിയോ മാറ്റാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. ബൈബിൾ പറയുന്നു, ഈ ബൈബിളിനെ കുറിച്ച് പറയുന്നത് പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. ഇതിന് മാറ്റം വരുത്തുന്നവന് അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി കഴിഞ്ഞ 100ഓളം വർഷമായി സത്യസുവിശേഷത്തിന് വേണ്ടി ദേശത്ത് നിലനിൽക്കുന്ന ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കറതീർത്തോപദേശത്തിനും കറതീർത്ത ദൈവിക പ്രമാണത്തിന് വേണ്ടി കഴിഞ്ഞ 100ഓളം വർഷമായി ഈ സമൂഹം നിലനിൽക്കുന്നതിൽ അഭിമാനത്തോടെ ഈ തലമുറയിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിനു വേണ്ടി കരഞ്ഞവരുണ്ട്, ഇതിനു വേണ്ടി രക്തമൊഴുക്കിയവരുണ്ട്, ആക്ഷേപം സഹിച്ചവരുണ്ട്, ഇതിനു വേണ്ടി പട്ടിണി കിടന്നവരുണ്ട്. അവരൊരു പക്ഷേ മരിച്ചു മൺമറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ അവരിപ്പോൾ വിശ്രമിക്കുന്നു. എങ്കിലും ഇന്ന് രാത്രി അവരുടെ പ്രയത്നങ്ങളെ ഓർത്തും നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ നോക്കൂ. അപ്പൊ ദൈവത്തിന്റെ സഭ ഒരു മാൻ പ്രാക്ടീസിൽ പോകേണ്ടതല്ല ദൈവത്തിന്റെ സഭ. 2, സഭയുടെ ഭരണഘടന എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. അല്ലാതെ പുൽപ്പുറ്റ് നിൽക്കുന്ന പുരോഹിതൻ പറയുന്നത് അല്ല. ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ് ദൈവസഭയുടെ ഭരണഘടന. ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു, ദൈവസഭയുടെ ഭരണഘടന എന്ന് പറയുന്നത് 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകമാണ് ദൈവസഭയുടെ ഭരണഘടന. ഇനി ദൈവസഭ വാസ്തവത്തിൽ കാലങ്ങളായി കടന്നുപോയ പ്രതിസന്ധികൾ ചെറുതായിരുന്നില്ല. ദൈവസഭ അനുഭവിച്ച പീഡനങ്ങൾ ചെറുതായിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ 2022 സെപ്റ്റംബർ വരെയുള്ള ഏതാണ്ട് ഇന്നത്തെ സഭാ നേതാക്കന്മാരുടെ കണക്കനുസരിച്ച് 13,87,00,000 പരം ആളുകൾ രക്തസാക്ഷി മരണം കൈവരിച്ച ഒരേ ഒരു സമൂഹമേ ഉള്ളൂ. അത് ക്രിസ്തുവിൻ്റെ സഭയാണ്. ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ആക്രമിക്കപ്പെടും
പിടിപ്പിക്കപ്പെടുന്നു. പല രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളിൽ കൂട്ടമായി, നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹം, പുരോഹിതന്മാരും ദൈവത്തിന്റെ ജനവും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. പക്ഷെ എന്നിട്ടും നാൾക്കുനാൾ ഈ പ്രസ്ഥാനം, ദൈവത്തിന്റെ സഭ വളരുന്നതേ ഉള്ളൂ. അതിന് കാരണം ഒന്നേ ഉള്ളൂ. ഇത് മനുഷ്യന്റെ പ്രസംഗത്തിലോ മനുഷ്യന്റെ രക്തത്തിലോ ഉണ്ടായതല്ല, മറിച്ച് 33.5 വയസ്സുകാരന്റെ ചുടുചോരയാൽ കാൽവറിയുടെ കൊലക്കളത്തിൽ താമേ പണിയപ്പെട്ടതാണ്, അടിസ്ഥാനമിട്ടതാണ് ദൈവത്തിന്റെ സഭ. ഇന്ന് രാത്രി ഓർക്കൂ, 120 പേർ കൂടിയിരുന്ന് ആരാധിക്കുന്ന സെഹിയോൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടുകൂടി തുടക്കം കുറിച്ചതാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു, ആർക്കും ഇതിനെ തകർക്കാൻ സാധ്യമല്ല, ആർക്കും ഇതിനെ മുടിക്കാൻ സാധ്യമല്ല, ആർക്കും ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. കേവലം ഒരു പ്രാദേശിക സഭയെപ്പോലും അതിനകത്ത് പോലും കയറി വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോയ ആളുകളുടെ സ്ഥിതികൾ നിങ്ങളൊന്ന് നോക്കൂ. ഇന്ന് രാത്രി വളരെ ദൈനികമാണ്, ഇന്ന് രാത്രി യാത്ര മഹത്തരമാണ്. ദൈവത്തിന്റെ സഭ, ഇതിനെ ആക്രമിച്ചവരും ആ സമൂഹവും സംഘടനകളും ലോകത്തിൽ അഡ്രസ് ഇല്ലാതെ പോയി. പക്ഷെ ഇന്ന് രാത്രി അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു, പീഡനം സഹിച്ച ക്രൈസ്തവ സഭ ഇന്നും അജയ്യമായി നിൽക്കുന്നു. ഓ ഹല്ലേലൂയ! അജയമായ ദൈവത്തിന്റെ സഭ നിൽക്കുന്നു. അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, ഇതിന്റെ സ്ഥാപകൻ ലോകത്തിന്റെ ഏകരക്ഷകനായ ശ്രീ യേശുക്രിസ്തുവാണ് ദൈവസഭയുടെ സ്ഥാപകൻ. ഇത് നയിക്കപ്പെടുന്നത് മനുഷ്യന്റെ കൈയല്ല, പുനരുത്ഥാനത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവാണ് ദൈവസഭയെ നയിക്കുന്നത്. പ്രവചനങ്ങളാൽ, വെളിപ്പാടുകളാൽ, ഭാഷകളാൽ, ഭാഷാവരങ്ങളാൽ, ദൂതുകളാൽ, പ്രസംഗങ്ങളാൽ, ഉപദേശങ്ങളാൽ തുടങ്ങി വിവിധ മേഖലകളിൽ കൂടെ ദൈവസഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവസഭയുടെ കാര്യസ്ഥൻ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവസഭയ്ക്ക് വിരോധമായി ആരെല്ലാം എവിടെല്ലാം ചലിച്ചോ അവിടെയെല്ലാം ദൈവത്തിന്റെ ന്യായവിധി പ്രത്യക്ഷമായി വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി എന്ന ദൈവസഭയ്ക്ക് വിരോധമായി ഏത് മാനുഷിക പൈശാചിക ശക്തികൾ ഉയരുന്നു, അതിനെ തകർത്തിട്ട് യേശുപ്പച്ചന്റെ വരവരെയും ദൈവസഭയെ നയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത് ആ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കൂ. പോരാ, ശബ്ദമുയർത്തി അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കട്ടെ, അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ദേശത്ത് ദൈവപ്രവർത്തിക്കെതിരായി, ദേശത്ത് ആത്മശക്തിക്കെതിരായി, ദേശത്ത് പണമിടർത്തി നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രി ജയമെടുക്കുകയാണ്. ദൈവസഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇതിനെ തകർക്കുവാൻ ആരെയും ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭീഷണിയും വെല്ലുവിളിയും നേരിട്ടത് ക്രൈസ്തവ സഭയാണ്. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾക്കറിയാമോ, നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ചില കോളനികളുണ്ട്. അവിടെ ആ പ്രദേശങ്ങളിലുള്ള ഇസ്ലാമിക തീവ്രവാദികളായ ആളുകൾ ക്രൈസ്തവർ തിങ്ങിത്താമസിക്കുന്ന കോളനികളിൽ വന്ന് രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ പരിശുദ്ധ ഖുർആനെ വലിച്ചു കീറി അവിടുത്തെ പെരുവഴിയിലും ഓടയിലേക്കും ഒരു രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് ചെയ്യും. പിറ്റേ ദിവസം പുലർച്ചെ അവിടുത്തെ ക്രൈസ്തവര് മതനിന്ദ നടത്തിയെന്നും പരിശുദ്ധ ഖുർആനെ അപമാനിച്ചു എന്നും വ്യാജ കേസ് ചമച്ചിട്ട് അവിടുത്തെ ഇസ്ലാമിക സഹോദരങ്ങളെ മുഴുവനും ഇളക്കിവിട്ട് ക്രൈസ്തവരുടെ കോളനികളെ ആക്രമിച്ച് അവരുടെ വീടുകളെ കൊള്ളയടിച്ച് അവരുടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് അവരുടെ ശരീരങ്ങളെ കുത്തിക്കീറി നശിപ്പിച്ച് പുരുഷന്മാരെ തല്ലിക്കൊന്ന് അവരുടെ വീടുകളെ ബുൾഡോസർ ഉപയോഗിച്ച് അതിനെ തല്ലി തകർത്തു. എന്നിട്ടും ചിന്തിച്ചു ഇതെല്ലാം ശരിയായെന്നാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഒരെണ്ണത്തിന്റെ ജീവൻ പിടഞ്ഞ് വീഴുമ്പോൾ ആ രക്തത്തിൽ നിന്ന് 1000 ക്രൈസ്തവ സമൂഹം അതേ രാജ്യത്ത് തന്നെ എഴുന്നേൽക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം, ചൈന, നിങ്ങൾക്കറിയാം നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ് ചൈന. ഇന്ത്യ മഹാരാജ്യത്തെക്കാൾ ജനസംഖ്യയിൽ മുമ്പിൽ നിൽക്കുന്ന
രാജ്യം ഒരുപക്ഷെ യൂറോപ്യന്മാരോടൊപ്പം തന്നെ എല്ലാ ലോക ടെക്നോളജിയിലും ഉന്നതി നിൽക്കുന്ന രാജ്യമാണ് ചൈന. ആ ചൈന ഒരു കാലത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ആ രാജ്യത്ത് അതിശക്തമായ നിയമം പാസാക്കി. എന്തായിരുന്നു നിയമം? ഒരു മനുഷ്യനും ബൈബിൾ വായിക്കാൻ പാടില്ല, ഒരാൾ പോലും യേശുവേ എന്ന് വിളിക്കാൻ പാടില്ല, ക്രിസ്ത്യാനിത്വം വരാൻ പാടില്ല. ആരെങ്കിലും അതിൻ്റെ പ്രചാരകരോ അതിൻ്റെ വിശ്വാസികളോ ആയി കഴിഞ്ഞാൽ അവരെ അതിക്രൂരവും പൈശാചികമായി കൊല്ലുക എന്ന് അവിടുത്തെ നാസ്തിത്വ രാജ്യം തീരുമാനിച്ചു. നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വേദപുസ്തകം വിറ്റഴിയുന്ന ഏക രാജ്യം അത് ചൈനയാണ്. ഒരുപക്ഷെ 1 ലക്ഷവും 1.5 ലക്ഷവും 3 ലക്ഷം വരെ ആളുകൾ കൂടി വരുന്ന ആരാധനാ കൂട്ടായ്മകൾ അവിടുത്തെ ഭരണകൂടത്തിന് തൊടാൻ പറ്റാത്ത വിധത്തിൽ ചൈനയുടെ മണ്ടിൽ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇത് ആരെയും കൊന്നിട്ട് വളർന്നതല്ല. ക്രിസ്ത്യാനിത്വത്തിന്റെ വളർച്ച ആരെയും കൊന്നിട്ട് വളർന്നതല്ല, ആരെയും നശിപ്പിച്ചിട്ട് വളർന്നതല്ല. ഇത് ചത്തുണ്ടായ സമൂഹമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് 33.5 വയസ്സുകാരന്റെ ചുടുചോരയിൽ ഉടലെടുത്ത ദൈവത്തിന്റെ സഭയാണ്. അതുകൊണ്ട് ഇതിനൊരിക്കലും നാശമുണ്ടാകയില്ല, ഇതിനെ തകർക്കാൻ സാധ്യമല്ല. ആര് തകർക്കാൻ ശ്രമിച്ചുവോ അവർ തകർന്നുപോയി. ആര് തകർക്കാൻ ആജ്ഞ പുറപ്പെടുവിച്ചുവോ അവൻ രാജ്യം വിട്ടുപോയി. പക്ഷെ രാത്രിയിലും ക്രിസ്തുവും ക്രിസ്തുവിന്റെ നാമവും അവിടുത്തെ സഭയും ശക്തിയോടെ നിലനിൽക്കുന്നു. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രഹാസ്റ്റൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, 3 കുഞ്ഞുങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൽ അവർ ഈ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി വന്നു. അവർ വന്നത് ഈ രാജ്യത്തിൽ ടൂറിസ്റ്റായിട്ട് അവരിവിടെ വന്നു. ഇവിടെ വന്നു കേരളമടക്കമുള്ള വിവിധ സ്റ്റേറ്റുകളിൽ ഏതാണ്ട് 45ഓളം ദിവസം അവർ ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. പല സ്ഥലങ്ങളിൽ അവർ ചെന്നു, പല സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടങ്ങൾ കണ്ടു, ഇവിടുത്തെ ബീച്ചുകൾ കണ്ടു, പല പല ടൂറിസ്റ്റ് മേഖലകൾ കണ്ടു. വളരെ സന്തോഷമായി. ഇന്ത്യ വളരെ മനോഹരമായിരിക്കുന്നു. അവർക്ക് വളരെ സന്തോഷം തോന്നി. ഒടുവിൽ അവർ ഒറീസ എന്ന ഇന്ത്യയുടെ സംസ്ഥാനത്തിലേക്ക് അവിടെ ചെന്നു. അവിടെ ചെന്ന് അവർ ഒറീസയുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച അതുവരെ ഈ രാജ്യത്ത് കണ്ട എല്ലാ ടൂറിസ്റ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവിടെ കണ്ട കാഴ്ച, അതുവരെ കണ്ട എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു, ആഹ്ലാദം നഷ്ടപ്പെട്ടു. അദ്ദേഹം കാണുന്നത് കുഷ്ഠരോഗം ബാധിച്ച് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അഴുകി പുഴുത്തു കിടക്കുന്ന ജനം. വിരലുകൾ അറ്റുപോയി, കാലിൻ്റെ വിരലുകൾ അറ്റുപോയി, ചെവി അറ്റുപോയി, ശരീരത്തിൽ മുഴുവനും വ്രണമൊഴിച്ച് പഴുപ്പും രക്തവുമായി ഒലിക്കുന്ന മാരകമായ കുഷ്ഠരോഗികളെ കണ്ടു. അദ്ദേഹം വിചാരിച്ചത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. പട്ടണത്തിൽ നിന്ന് ഇച്ചിരകത്തോട് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് 10, 16, 18, 21, 23 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ. വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്. പക്ഷേ ഈ അപരിചിതരായ ആളുകളെ കണ്ടപ്പോൾ അവരെ നഗ്നത മറയ്ക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ 18, 20, 22 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ അവരുടെ നഗ്നത മറയ്ക്കാൻ ഈ അപരിചിതരായ ആളുകളെ കണ്ടപ്പോൾ അവർ കൈകൊണ്ട് മറയ്ക്കുന്ന ദൈനികമായ കാഴ്ച അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, വേദനയാൽ അദ്ദേഹം മുളഞ്ഞു. നിരാശനായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമായി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വിസായുടെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം സ്വന്തം രാജ്യമായ ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ച് വിസ തീർന്ന അദ്ദേഹം എയർപോർട്ടിലേക്ക്, മുംബൈ എയർപോർട്ടിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ആ എമിഗ്രേഷൻ്റെ വാതുക്കൽ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ അവൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു. ദൈവമേ, അങ്ങയുടെ ഇഷ്ടമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നെ ഒരിക്കൽ കൂടെ ഈ രാജ്യത്തിലേക്ക് നീ കൊണ്ടുവരണമേ. പ്രാർത്ഥനയോടെ അദ്ദേഹം ഇവിടെ നിന്ന് വിമാനം കയറി അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യമായ ഓസ്ട്രേലിയയിൽ ചെന്നു. അവിടെ ചെന്നു ചില ക്രിസ്തീയ ട്രസ്റ്റുകളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു, സാമൂഹ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു. ഇവിടെ കണ്ട കാഴ്ചകളും ഇവിടെ കണ്ട ദൈനികമായ ആ രംഗങ്ങളും ഒറീസയുടെ മണ്ണിൽ കണ്ട വേദനാജനകമായ ആ അനുഭവങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹം അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെ കാണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സഹതാപമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൈസ കണ്ടെത്താം, പക്ഷെ ആര് പോയി അവരെ സഹായിക്കും? അതിന് രാജകുടുംബത്തിലെ അംഗവും അത്യാവശ്യം ജീവിക്കാൻ ധാരാളം ധനാഢ്യനുമായ ഗ്രഹാസ്റ്റൈസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞു, ഞങ്ങൾ കുടുംബമായി ഒറീസയുടെ മണ്ണിലേക്ക് പോകാം. അങ്ങനെ ചില ട്രസ്റ്റുകളുടെ സഹായത്തോടു കൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും 3 കുഞ്ഞുങ്ങളുമായി, 2 ആൺകുഞ്ഞുങ്ങളും ഒരു പെൺകുട്ടിയുമായി അവര് ഇന്ത്യ മഹാരാജ്യത്തിൽ തിരിച്ചു വന്നു. ഒറീസയുടെ മണ്ണിലേക്ക് അവരെത്തി. പ്രിയമുള്ളവരെ, ആ സ്ഥലത്ത് ചെന്നു.
അവരെ മതപരിവർത്തനത്തിന് വന്നതായിരുന്നില്ല. അദ്ദേഹം ആരെയും പള്ളിയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കൾ ചെയ്തത് അഴുകി പുഴുത്തു കിടക്കുന്ന ഈ കുഷ്ഠരോഗികളെ അവരെ പിന്നെ ലോഷൻ ഉപയോഗിച്ചവരെ കഴുകി, ഡിറ്റോളും സോപ്പൊക്കെ ഉപയോഗിച്ച് അവരെ കഴുകി, അവരുടെ മുറിവുകളിൽ മരുന്നുകൾ വെച്ച് കെട്ടി, അവർക്കാവശ്യമായ ഭക്ഷണം, അവർക്കാവശ്യമായ വസ്ത്രം, അവർക്കാവശ്യമായ മെഡിസിൻ അവർക്ക് കൊടുത്തു. അങ്ങനെ പട്ടണങ്ങൾ താണ്ടി, ഗ്രാമങ്ങൾ താണ്ടി ഓരോ സ്ഥലങ്ങളിലേക്ക് അവർ സന്ദർശിച്ചു. അവർ നിലത്ത് കിടന്ന് ഉറങ്ങി. കൊട്ടാര സമാനമായി ജീവിച്ചവര്, എല്ലാ ഉന്നതമായ സവിശേഷമായ ജീവിത നിലവാരം പുലർത്തിയവര് ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തിൻ്റെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നിലത്ത് കിടക്കാൻ തയ്യാറായി. കേവലം അവര് കൈകൊണ്ട് ആഹാരം കഴിക്കുന്നവരല്ല, സ്പൂണ് കൊണ്ട് ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ നമ്മളെപ്പോലെ അവർ കൈകൊണ്ട് ആഹാരം കഴിക്കാൻ ശീലിച്ചു. എന്നിട്ട് ഇവിടുത്തെ വലിയ രാജ്യസ്നേഹം പറയുന്നവർക്ക് പോലും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഈ അഴുകി പുഴുത്തു കിടക്കുന്ന രോഗികളെ ഒരു കൈയുറ പോലുമില്ലാതെ സ്വന്തം കൈകൊണ്ട് അവരുടെ മുറിവുകളെ കഴുകി, അവരുടെ മുറിവുകളിൽ ഈ മരുന്നുകൾ വച്ചുകെട്ടി. അങ്ങനെ ഒരു ദിവസം ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും ഫിലിപ്പും തീമത്തി എന്ന് പറയുന്ന 2 ആൺകുട്ടികളുമായി അവർ നേരെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണ്ടുവോളം ആഹാരം പോലും കഴിക്കാതെ അവിടെ അശരണരായ ആളുകളെ അവർ ശുശ്രൂഷിച്ചു. അവർക്ക് കൊടുക്കേണ്ട പരിചരണങ്ങളെല്ലാം കൊടുത്തു. അത് എല്ലാം ചെയ്ത് അവസാനം ഒത്തിരി രാത്രിയായി. അവർ തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് രാത്രി 11 മണി കഴിഞ്ഞു. തൻ്റെ സഹധർമ്മിണിയും മകളും കിടന്ന് ഉറങ്ങുന്ന കൊച്ചു വീട്ടിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യണ്ടല്ലോ, ഇനി അല്പസമയം കൂടെ കഴിയുമ്പോൾ നേരം പുലരുമല്ലോ എന്ന് ഓർത്ത് അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളും ആ ജീപ്പിനകത്ത് തന്നെ ആ രാത്രി കിടന്നുറങ്ങുവാൻ അവർ തയ്യാറായി. 2 കുഞ്ഞുങ്ങളെയും പുതപ്പ് കൊണ്ട് മൂടി പുതച്ച് അതിൻ്റെ ഒരു കോണിൽ അപ്പൻ മക്കൾക്ക് കൂടി കാവലിരിക്കുന്നത് പോലെ ആ സീറ്റിൽ ഒരു ഭാഗത്ത് 2 കുഞ്ഞുങ്ങളെയും ആ ജീപ്പിനകത്ത് തുണിയിൽ പൊതിഞ്ഞവരെ കിടത്തി ഉറക്കിയിട്ട് അദ്ദേഹം ഒരു സീറ്റിലിരുന്ന് ഈ കുഞ്ഞുങ്ങളുടെ തലക്കലിരുന്ന് അദ്ദേഹം ചാരി ഉറങ്ങി. ഇന്ത്യ മഹാരാജ്യത്തിലെ സുവിശേഷ എതിരായി നിൽക്കുന്ന സുവിശേഷ തീവ്രവാദികൾ, സുവിശേഷത്തിനെതിരായി നിൽക്കുന്ന മത തീവ്രവാദികൾ ആ രാത്രി കരുതി കൂട്ടി വന്ന് ആ ജീപ്പിന്റെ മേൽ ഡീസലും പെട്രോളും ഓയിലും ഒഴിച്ച് ആ രാത്രി ആ ജീപ്പടക്കം ആ 3 പേരെയും പച്ചയ്ക്ക് കത്തിച്ചു. തീപ്പൊള്ളലേറ്റ് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അലറി വിളിച്ചുകൊണ്ട് പ്രാണരക്ഷയ്ക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ത്രിശൂലം കൊണ്ട് ചങ്കിൽ കുത്തിയിറക്കി ആ തീ ചൂളയ്ക്കകത്തേക്ക് വീണ്ടും വീണ്ടും അവരെ ഇട്ട് അവരുടെ മരണം ഉറപ്പാക്കി. പിറ്റേ ദിവസം ഇന്ത്യ മഹാരാജ്യം കണ്ടത് ഒരപ്പൻ്റെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ശരീരം കത്തിച്ചാമ്പലായി ഒരു പിടി ചാരമായി കിടക്കുന്ന കാഴ്ചയാണ്. എന്താണ് പ്രിയരെ, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം അത് സഹിച്ചത്? എന്തിനു വേണ്ടിയാണ് ഓസ്ട്രേലിയയിലെല്ലാ സുഖങ്ങളും ഇവിടെ വന്നത്? പറയാൻ ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തു മുഖാന്തരം. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആ കത്തിച്ചവൻ ഉൾപ്പെടെ പിൽക്കാലത്ത് യേശു കർത്താവ് എന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ, യേശു രക്ഷകൻ എന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ ഉണ്ടായ ഏക സമ്പ്രദായം അത് സുവിശേഷത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ സഭയോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം പറയുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സമയം വന്നിരിക്കുന്നു. ക്രൈസ്തവ സഭ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയോട് ദൈവത്തിന്റെ ശക്തിയോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവസഭ ഉണരുവാൻ സമയമായി. 2 പാട്ടും ഒരു ആരാധനയും ഒരു സ്തോത്ര വഴിപാടിൽ മാത്രം ഒതുങ്ങുകയല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ സഭ ഉണരുവാൻ സമയമായി. വചനം പറഞ്ഞു, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സമയം വന്നിരിക്കുന്നു. എന്താണ് പ്രിയരെ, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അടുത്ത വചനം പറയുന്നത്, അടുത്ത ഭാഗം നോക്കൂ, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി നോക്കൂ, ദൈവത്തിന്റെ സഭ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ടതിന്റെ ആവശ്യകതകളിൽ ഒന്ന്, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇനിയും കർത്താവിന്റെ വരവ് താമസമെന്നോ ഇനിയും വൈകുമെന്നോ അല്ല, ഇതിങ്ങനെ പോകൂ, യേശു വരത്തൊന്നുമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു സങ്കോചം കൂടാതെ അടിവരയിട്ട് വിളിച്ചു പറയുന്നു, എന്റെ യേശു വരാറായി. വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിന്റെ കാഹളധ്വനി കേൾക്കാൻ സമയമായി. ഇന്ന് രാത്രി വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. പോരാ, അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം 4:17-18 വാക്യങ്ങളിൽ വായിക്കുന്നു, ദൈവസഭയിൽ ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗത്തിന്റെ കാൽഭാഗത്തിൽ തന്നെ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കും.
പറയുമ്പോൾ നോക്കൂ, ലോകത്തെ ന്യായം വിധിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. സുവിശേഷം കേട്ടിട്ട് അനുസരിക്കാത്തവരെ ന്യായം വിധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി ഓർക്കൂ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച് ദൈവസഭയുടെ അംഗമായിട്ടും ദൈവസഭയ്ക്ക് പ്രയോജനം വരാതെ ക്രിസ്തുവിന് അപമാനം വരുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയം വന്നിരിക്കുന്നു. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. ആകയാൽ ദൈവത്തിന്റെ സഭ ഉണരട്ടെ, ദൈവത്തിന്റെ സഭ ഉണരട്ടെ, പാപത്തിൽ നിന്ന് ഉണരട്ടെ, പിന്മാറ്റങ്ങളിൽ നിന്ന് ഉണരട്ടെ, പ്രാർത്ഥനാ കുറവുകളിൽ നിന്ന് ഉണരട്ടെ, ആരാധന കുറവുകളിൽ നിന്ന് ഉണരട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അത് നമ്മിൽ ആരംഭിച്ചാൽ ദൈവത്തെ അനുസരിക്കാത്തവന്റെ ഗതി എന്താകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ, ഇന്ന് രാത്രി ഒരു ന്യായവിധിക്ക് മുമ്പ്, ഒരു ശിക്ഷാവിധിക്ക് മുമ്പ് ഇന്ന് രാത്രി ഒന്നുകൂടെ നിലവിളിച്ചുകൊണ്ട് കണ്ണുനീരോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, ദൈവസഭയോട് കൂറുള്ളവരാകുവാൻ, ദൈവസഭയ്ക്ക് ഗുണകരമായി പ്രവർത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ എല്ലാവരെയും സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ ദൈവത്തിന് മുമ്പാകെ വണക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയട്ടെ, എല്ലാ തലകളും ഇന്ന് രാത്രി വണങ്ങട്ടെ. പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കാൻ ആരംഭിക്കട്ടെ. അധരങ്ങൾ തുറക്കട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. പോരാ, ശബ്ദമുയരട്ടെ. ദയവായി ഒത്തിരി സമയം കൊണ്ടിരിക്കുവാന്നല്ലോ, ഇരിക്കുന്ന അതേ സ്ഥാനങ്ങളിൽ ഒരു നിമിഷം വേഗത്തിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാം. ഹൃദയങ്ങളെ തുറക്കാം, മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. വചനം പറയുന്നു, അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ യഹോവയെ മഹത്വപ്പെടുത്തുന്നു. അതെ, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തെ അനുസരിക്കാത്തവന്റെ ഗതി എന്താകുമെന്ന് വചനം വിളിച്ചു ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭ ഇന്ന് രാത്രി ഒരു ഉണർവിലേക്ക് വരട്ടെ. ഈ ദൈവത്തിന്റെ സഭ, ഈ സമൂഹം, ഈ പ്രസ്ഥാനം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രാദേശിക സഭകളിൽ ഒരു ആത്മീയ ഉണർവിന്റെ കാലം വന്നിരിക്കുന്നു. നിങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒരു ഉണർവിന്റെ സമയം വന്നിരിക്കുന്നു. നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒരു ഉണർവിന്റെ കൊടുങ്കാറ്റടിക്കാൻ സമയം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി പ്രസംഗിച്ച ദൈവവചനത്തിന്റെ വെളിപ്പാട് നിന്നുകൊണ്ട് ഈ സമൂഹത്തിലെ എന്റെ കൂട്ടുവേലക്കാരോട് ഞാൻ വിളിച്ച് ആവർത്തിച്ചു പറയുന്നു, ഒരു ദൈവപ്രവർത്തിക്കുള്ള സമയം വന്നിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ദൈവപ്രവർത്തി, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ദൈവപ്രവർത്തി, ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യാനുള്ള ആത്മശക്തിയുടെ വ്യാപാരം ഈ പ്രഥമ രാത്രിയിനകത്ത് വ്യാപരിക്കുകയാണ്. ഒരു ഉണർവിന്റെ കാലം വന്നിരിക്കുന്നു, ദൈവപ്രവർത്തിയുടെ കാലം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങട്ടെ. ഓ റീവലമൗടവരം ബലവൈടക അർദ്ധാരക്ഷാരീ തലഘടക ശൗഡവരാധന ഊടവദാലക ശൗഡക രക്ഷക രാജകരഗദന വൈടകതി അർദ്ധാരക്ഷ. എല്ലാ ധരങ്ങളും തുറക്കട്ടെ. യെസ് യെസ് യെസ്. ശബ്ദം ഉയർത്തട്ടെ. ഇന്ന് രാത്രി കൊടുങ്കാറ്റ് പോലെ ഒരാത്മശക്തിയുടെ വ്യാപാരം, കൊടുങ്കാറ്റ് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ വല്ലമേ. യെസ് 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 യെസ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പുനരുദ്ധാനത്തിന്റെ ശക്തിയുടെ വല്ലമേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറി, രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറി. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി ചലിക്കട്ടെ. Name of Jesus. Name of Jesus. വിടുതൽ 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 വിടുതൽ. ശരീരങ്ങളിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ ഇന്ന് രാത്രി, ചില ശരീരങ്ങളെ വിട്ട് ഇന്ന് രാത്രി പുറത്തു വരികയാണ്. ഹാർട്ട് സംബന്ധമായ ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞ് പുറത്തു വരികയാണ്. ചില സ്റ്റോണിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞ് പുറത്തു വരികയാണ്. ഓപ്പറേഷന് വേണ്ടി വിധേയപ്പെടുത്തക്കവണ്ണം ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില മുഴകൾ ഇന്ന് രാത്രി അപ്രത്യക്ഷമായി പോകുന്ന രാത്രിയാണ്.
രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ജനം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വചനം പറയുന്നു, യേശു തന്നെ വചനം അയച്ച് അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കുന്നു. ഇന്ന് രാത്രിയിലെ പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു മാറി ജനം സ്വതന്ത്രമാകട്ടെ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒന്ന്, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേട്ട വചനത്തിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ട്, ദൈവത്തിൻ്റെ അഭിഷക്തൻ ഇവിടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ നാളെ പൊതുസ്നാനം ഇവിടെ നടക്കുന്നുണ്ട്. ഇതുവരെ സ്നാനപ്പെടാത്ത പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഇന്ന് രാത്രി എനിക്ക് സ്നാനപ്പെട്ട് ക്രിസ്തുവിൻ്റെ പൈതലായി എനിക്ക് ദൈവരാജ്യത്തിന് അവകാശിയാകണം എന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇതൊരു സഭയുടെ അംഗമാക്കുന്ന വാക്കല്ലിത്, ഒരു സഭയുടെ ഭാഗമാക്കാനുള്ള വാക്കുകളല്ല. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനപ്പെടുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. കർത്താവിനോട് ചേരുവാൻ ഇതുവരെ കഴിയാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്താമോ? ഹല്ലേലൂയ. പ്രത്യേകാല അടുത്ത ദിവസം സ്നാനത്തിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നാളെ സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നവർ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ശബ്ദത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇതുവരെ വിശുദ്ധ വേദപുസ്തകം പറയുന്ന അളവിൽ ആ ജ്ഞാന സ്നാനം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊരു പക്ഷെ നിന്നോടുള്ള അവസാനത്തെ സന്ദേശമായിരിക്കാം. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഒരു നല്ല തീരുമാനമെടുക്കുവാനുള്ള സുവർണാവസരം നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രണ്ട്, രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, എനിക്കൊരു രോഗശാന്തി വേണം, ഞാൻ രോഗിയാണ്, എനിക്കൊരു സൗഖ്യം ഇന്ന് രാത്രി വേണം, ഞാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, എൻ്റെ ബിസിനസ് വല്ലാതെ അവതാളത്തിലായിരിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ വണ്ണം ഞാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, എനിക്കൊരു ഉയർച്ച വേണം, എനിക്കൊരു ഭൗതിക ഉയർച്ച വേണം, രോഗശാന്തി വേണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നവര് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കൂ. നിരവധി കരങ്ങൾ, നിരവധി കരങ്ങൾ. വിട്ടൊഴിയാ ബാധ പോലെ നിൽക്കുന്ന ചില തലവേദനയുടെ ശക്തികൾ, ആ തലവേദനയുടെ അസ്വസ്ഥത വരുമ്പോൾ ഉമറ്റിങ്ങി വരുന്നു, ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, തല ഉയർത്തി എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ശരീരത്തെ അമർച്ച ചെയ്യുന്ന പൈശാചിക സ്വാധീനങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുപ്പച്ച അവിടെ നൽകിയ അധികാരത്താൽ അങ്ങ് നൽകിയ ശക്തിയാൽ ഇന്നലകളിൽ അത്ഭുതം ചെയ്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ ദൈവിക രോഗശാന്തി ഞാൻ കൽപ്പിക്കുകയാ. ദൈവദാസന്മാരെ, എന്നോട് ചേർന്ന് ഈ പ്രിയമുള്ളവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? എല്ലാ ദൈവത്തിന്റെ അഭിഷക്തന്മാരും നിങ്ങളുടെ വലതു കരങ്ങളെ ജനത്തിന് നേരെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നെ പിന്നിലുള്ള എല്ലാ അഭിഷക്തന്മാരും ഈ ജനത്തിന് നേരെ നിങ്ങളുടെ വലതു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പ്രിയ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ ഓമന പുത്രന്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. ഈ രാത്രി നിന്റെ മക്കളെ തൊടുന്നതിനായി സ്തോത്രം. രോഗശാന്തി ബലത്തോടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഹാർട്ടുകളിൽ ദൈവശക്തിയുടെ ക്രിയ നടന്നിട്ട് കേടായതിന് പകരം പുതിയത് ദൈവം വയ്ക്കുന്ന രാത്രിയാകയാൽ സ്തോത്രം. വൃക്ക സംബന്ധമായി അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കാണുന്ന രാത്രിയാകയാൽ സ്തോത്രം. സകല വ്യാധികളും ഇന്ന് രാത്രി ശരീരങ്ങൾ വിട്ട് പുറത്തു വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. അവിടുത്തെ ഉന്നത നാമത്തെ ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുകയാ. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ശബ്ദമുയർത്തിയ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. സമയമെടുത്തിരിക്കുന്നു. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ,
പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു. കേൾക്കാറായി, ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുക. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുക. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു, നിത്യനിത്യങ്ങൾ വാഴും സ്വർഗ്ഗ സിയോൻ. ഓ ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു, നിത്യനിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോൻ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. പ്രത്യാശയെന്നിൽ വഹിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയ. പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും ആനന്ദമേ, പുറേ. ആനന്ദമേ, നിത്യാനന്ദമേ, പങ്കനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ, ഓ പങ്കനോട് വാഴും കാലം എത്രയാനന്ദം. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുറേ. കേൾക്കാറായി, കേൾക്കാറായി തൻ കാഹളധ്വനി. ഓ പുറേ. കേൾക്കാറായി തൻ കാഹളധ്വനി. കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തൻ കാഹളധ്വനി, നാം അനുഗ്രഹീതമായ ഒരു ദൈവീയ സന്ദേശം നമുക്ക് കേൾപ്പാനിടയായി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറുന്ന നിയോഗം ആമേൻ നമ്മൾ കാണുവാനിടയായി. പ്രകൃതി ദൈവം എത്രത്തോളം അനുഗ്രഹമാക്കി മാറ്റി. ഈ യോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ വടക്കേ യാത്ര ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ. നാളെ കൃത്യം 9 മണിക്ക് പിന്നെ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുവാൻ, ഓർഡിനറി ശുശ്രൂഷകളിലും സ്നാന ശുശ്രൂഷയിലും ഒക്കെ പങ്കാളികളാകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഒരുമിച്ച് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ, ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്രിസ്തുദാസ് അവറുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
വലിയവനായ ദൈവമേ, സ്വർഗത്തിലെ കർത്താവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നിശ്ചയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സുവിശേഷ യോഗത്തിൻ്റെ ആരംഭ കർത്താവെ ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ട് അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ദൈവവചനം സംസാരിച്ച ദൈവഭക്തനെ ഞങ്ങളുടെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന, ദേശത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതുകളെ ദൈവദാസുകൊണ്ട് കേൾപ്പിച്ച എല്ലാ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ, ഇന്ന് കടന്നു വന്ന എല്ലാ ജനത്തെയും കൂടെ കരങ്ങളെ ഏൽപ്പിക്കുകയാണ്. എല്ലാ ദൈവമക്കളെയും, ഈ ദേശത്തുള്ള എല്ലാ ജനത്തെയും ദൈവത്തോട് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വിടുവണ്ട കർത്താവ് രാത്രിയായി തീരിട്ട് കർത്താവ് അടുത്ത ദിവസങ്ങൾ നടക്കുന്ന കർത്താവ് യോഗം വലിയ അനുഗ്രഹവും വിടുവലുമാക്കി തീർക്കണമേ. നാളെ പകൽ കിടക്കുന്ന ആരാധനയൊക്കെ വലിയ അനുഗ്രഹവും വിടുവലുമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കണേ. എല്ലാ ആരാധനകളും വലിയ വിടുവലാക്കി തീർക്കണം. ഈ ദേശത്തിന് വലിയൊരു ഉണർവുണ്ടാവാൻ, ദേശവാസികൾക്ക് വലിയൊരു വിടുവലുണ്ടാവാൻ, കടന്നു വരുന്ന എല്ലാ ജനത്തിനും വലിയൊരു വിടുവലും ആശ്വാസവും നൽകപ്പെടാൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ദൈവബദ്ധന്മാരൊക്കെ ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഈ യോഗത്തിന് കർത്താവേ അനേകമായ ചെലവുകളുണ്ടപ്പ. അതിൻ്റെ നടുവിലെല്ലാം ദൈവത്തിൻ്റെ സ്വർഗ്ഗ ഭണ്ഡാരം അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാണ്, സ്തോത്രം ചെയ്യാണ്. കർത്താവെ, സകല കാര്യം അങ്ങോട്ട് പാതെടുത്ത് വയ്ക്കുകയാണ്. യേശു നാമത്തിൽ എളിയ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗ പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുമശിഹായുടെ കൃപയും നാൾതോറും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ കൂട്ടായ്മയും കാവലും സംസർഗവും പിരിഞ്ഞു വന്ന നമ്മോടും ലോകത്തോടും വിശുദ്ധന്മാരോടും തുടർന്ന് നടക്കുന്ന കൺവെൻഷനോടും ഇന്നു വലുന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കാൽവരി മുഖാന്തരം ചെയ്യുന്ന ദൈവത്തെ കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.